ഇന്ന് കസ്റ്റമർ ഈ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് ഈ മോഡലിൽ ചെയ്ത് തരുമെന്നാണ് ചോദിച്ചത്. ഇതേ ക്ലോത്തിൽ തന്നെ. അപ്പോൾ ഈ ക്ലോത്ത് ഓർഗൻസിലെ ജിമ്മിജി പറഞ്ഞൊരു ക്ലോത്തായിരുന്നു. ബോഡി പാർട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലൈനിങ്ങിന് പ്ലീറ്റ് ഇട്ട് കൊടുത്തത്. കസ്റ്റമർ അതേ മോഡലിൽ നല്ല പഫി ആയിട്ട് കിടക്കണം എന്ന് പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് ലൈനിങ്ങിനും കൂടി പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. 7 വയസ്സായ കുട്ടിക്ക് ഞാനിതിന് ലൈനിങ് എടുത്തത് 3.5 മീറ്റർ ആയിരുന്നു. പിന്നെ മെയിൻ ക്ലോത്ത് ഞാനൊരു 5 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈനിങ്ങിന് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടാൻ കാരണം കസ്റ്റമർ പറഞ്ഞിരുന്നു ഇതേ ആ കാണിച്ചെന്ന അതേ മോഡൽ തന്നെ നല്ല പഫി ആയിട്ട് ഡ്രസ്സ് കിടക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ലൈനിങ്ങിന് അങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്തത്. പിന്നെ മെയിൻ ക്ലോത്തിലും അങ്ങനെ അടിഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഷിഫ്റ്റിറ്റും കോട്ടൺ ലൈനിങ്ങും ഒക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിഭാഗത്ത് ഞാൻ ഈറമ്പം വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓർഗൻസ ക്ലോത്തിൽ ഇങ്ങനെ ബോട്ടം പാർട്ടിൽ ഗഡ്സ് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നല്ല എലഗൻ്റായിട്ട് നിൽക്കും. സാധാരണ സ്റ്റിച്ച് ചെയ്യണേക്കാളും ഭംഗി ഇങ്ങനെ ചെയ്യുമ്പോഴായിരുന്നു. ഫ്രോക്ക് ഫുള്ള് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിൽ ടൈലുള്ളൊരു ബോ ഉണ്ടാക്കാണ്ടായിരുന്നു. മോഡലിൽ കണ്ട അതേപോലെ 2 തട്ടാക്കിയിട്ട് ബോക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ 4 സൈഡും കരടിച്ചതിന് ശേഷമാണ് ഞാൻ ബോ ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ ഈ ടൈലും വെച്ച് കൊടുത്ത് ഇതേപോലെ തന്നെയാണ് ഇതിനുള്ള ഹെയർ ക്ലിപ്പും ഞാൻ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ കസ്റ്റമർ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറഞ്ഞത് നെക്കിൽ കുറച്ച് വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതിന് പേൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു. പിന്നെ ചെറിയൊരു ഹെയർ ക്ലിപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ സ്ലീവിന് ബോട്ടം പാർട്ടിൽ അലാസ്റ്റിക് കൊടുത്തിട്ടാണ് പഫാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ ഡ്രസ്സ് ആവശ്യമുള്ളവർക്ക് ഈ സ്ക്രീൻ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കസ്റ്റമർ ഇട്ട ഫോട്ടോ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റമർ ഈദ് ഔട്ട്ഫിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ കസ്റ്റമറെ മോൾക്ക് ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇതിന് തന്നെ ഫോട്ടോ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യാനും തിരക്ക് കാരണം പോസ്റ്റ് ചെയ്യാതിരുന്നതാണ്. ഇനി ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് 1500 ആണ്. പിന്നെ കൊറിയർ ചാർജും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യും.